ചൊരിയും കതിരവൻ കിഴക്ക് വിളിച്ചുണർത്തി നാടുണർത്തി. പ്രഭാതം വിടർന്നു കിളികളുണർന്നു തിരുനാമ കീർത്തനം ഉരുവിടുമ്പോൾ പ്രഭ ചൊരിയും കതിരവൻ കിഴക്ക് വിളിച്ചുണർത്തി നാടുണർത്തി. ചൊരിയും കതിരവൻ കിഴക്ക് വിളിച്ചുണർത്തി നാടുണർത്തി. ചൊരിയും കതിരവൻ കിഴക്ക് വിളിച്ചുണർത്തി നാടുണർത്തി. അജിയെയും ശ്രീയെയും സന്നിധിയിൽ സമർപ്പിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. ഇവരെ വളർത്തിയ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും എല്ലാ നന്മ ആഗ്രഹിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ തിരുകർമ്മങ്ങളെല്ലാം നാഥൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയെ അറിഞ്ഞ് സ്നേഹിച്ച് അങ്ങയുടെ പ്രകാശത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഹൃദയങ്ങൾ കൂട്ടിവിളക്കുന്ന തിരുക്കുടുംബത്തിൻ്റെ നല്ല പതിപ്പായ നല്ല കുടുംബത്തെ രൂപീകരിക്കുവാൻ അജിയെയും ശ്രീയെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഇവരോടൊപ്പം ഉണ്ടാകണമേ. പരിശുദ്ധ കന്യകാമാതാവേ, ഈ
കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അപ്പസ്തോലന്മാർ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്നാവശ്യപ്പെട്ടപ്പോൾ ഇഷ്ടമായ പ്രാർത്ഥന ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവർ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും